അപ്പം സിനിമ ഗംഭീരമായിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പക്ക ഒരു എന്താ പറയുക ഒരു കോളേജ് ലൈഫിൽ നമുക്ക് ഒരു ശരിക്കും ഒരു നമ്മൾ ആ ടൈം പീരീഡിലൂടെ പോകുന്ന സ്കൂള് കോളേജ് ആ ഒരു ഉണ്ടാകുന്ന ലവ് സ്റ്റോറീസ് ഒക്കെ ഒരൊറ്റ സീനിൽ നമ്മളിങ്ങനെ നൊസ്റ്റാൾജി പോലെ പോകുന്ന ട്രാക്ക് ഉണ്ടല്ലോ, ശരിക്കും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു പല 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 ഓർമ്മകള്, ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് മെമ്മറീസ്. ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു അത് ഫീൽ ചെയ്തപ്പോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കത് പടം ഇഷ്ടപ്പെട്ടോ? താങ്ക് യു വന്ദൻ, താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത്. അതിനുശേഷം അതിനൊരു ക്ലോഷർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ മദൻ നെറേറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ടാണ്, ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ആൾ നെറേറ്റ് ചെയ്തത്. സോ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാവണം അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ എത്തിയത്. ரஜினிகாந்த் சார் படம் பார்த்துட்டு என்ன சொன்னாங்க? மீன்ஸ் he came for the premiere which is a rare, very rare incident. So என்ன சொன்னாங்க படம் பார்த்துட்டு? First of all, thank you for coming. A very good evening to all of you. I'm very happy that we sat and watched the film with all of you to see the places you laughed in and you clapped in. It was wonderful. And I think Thambi and I are going to take Anaswara with us to Tamil cinema permanently. We're so happy we're working with her and we're so proud of how she's done. I'll come to your question, I didn't forget that. And also Abhi, thank you for Tourist Family accepting him as a director, and I hope you accept him as a hero as well. And for Thambi, me and Madan, please give us the same love you gave Tourist Family. So to you, Appa watched the film yesterday, yes, and it was such an amazing feeling for all of us as a team. Appa's energy is so amazing, so when he came with that energy to watch our film, and he really liked it. And when I went to see him after that, he's like, super hit karna, sure shot. So that's what makes us very happy. Anish, this is first time you are acting with a different director, so how was it from the beginning? Madan, more than a director, he's my close friend. So Tourist Family oda co-director is Madan. So I know him from a long time. So konjam enak is comfortable da. So enadha irundhalum Madanku I mean ungalku or comfort zone irundhuchu. So adu easy ah irundhuchu, endha problem illa. Engalukku inga senior actor yaru Anashara paakumbodha konjam veyama irundhuchu. Athapadi chill da. Bro, your dance is getting viral in lot of places, so viral ah? Thank you. Getting lot of attention. So what is the secret behind that dance steps? Secret ah? I think choreographer master avaroda teaching da, that's it. Anashara, പ്രശ്നം ഇന്നത്തെ പ്രശ്നം കഴിഞ്ഞപ്പോ തമിഴ്നാട്ടില് പുതിയ ക്രഷ് ആണെന്നൊക്കെ എല്ലാരും പറയണേ. അപ്പൊ അങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? കാരണം ഇത് ഭയങ്കര ഡ്രീം റോളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള റോളാണ്. ശരിക്കും അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് എന്തോരം ഉണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? വളരെയധികം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ്. ഞങ്ങൾ കുറെ അവിടെ തമിഴ്നാട്ടിൽ കുറെ ഡയറക്ടേഴ്സ് പടം കണ്ടു, അവരുടെ അഭിപ്രായം അറിയിച്ചു. പക്ഷെ അല്ലാതെ നമുക്ക് ഓഡിയൻസിന് എടുക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ ടോട്ടൽ ഒരു തിയേറ്ററിൽ ഇരുന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ പ്രീമിയറിന് ഇരുന്നായിരുന്നു. അപ്പൊ പ്രസ് പടം കണ്ടു, അവര് ഇറങ്ങി വന്നോണ്ടിരിക്കുമ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുണ്ട്. ആ ചിരി മുഖത്ത് കാണാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് പറയുന്നല്ലാതെ അവരുടെ മുഖത്ത് ആ ചിരി കാണാം, അവരുടെ ആ ഒരു ഫുൾഫിൽമെന്റ് കാണാം. പടം കണ്ട് അവർ എൻജോയ് ചെയ്ത് ഇറങ്ങിയതിന്റെ ആ സന്തോഷം അവരുടെ മുഖത്ത് കാണായിരുന്നു ജെന്യുവൻ ആയിട്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നി. കാരണം പടം ഞാൻ തുടങ്ങിയപ്പോ തൊട്ട് കഥ ഞാൻ കേട്ടപ്പോ തൊട്ട് എനിക്കൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ആ ഷൂട്ട് തുടങ്ങിയതാണെങ്കിലും മൊത്തം അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരു അതിന്റെ വർക്ക് നടക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഉള്ളിൽ മൊത്തം ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അതൊരു നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ മറ്റന്നാൾ പടം ഇറങ്ങുമ്പോൾ ഓഡിയൻസിന്റെയും കൂടി അറിയുമ്പോൾ എനിക്ക് അത് ഐ എം പ്രിറ്റി ഷുവർ അതൊരു നല്ല റെസ്പോൺസ് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. റൈറ്റ് നൗ ഐ ഫീൽ സോ ഓവർവെൽംഡ്.